നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തൊഴിൽപരമായുള്ള നിയമങ്ങൾ പോലെ തന്നെ കടുകട്ടിയുള്ളതാണ് ട്രാഫിക് നിയമങ്ങളും. UAE-യിൽ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് കനത്ത പിഴയാണ് നൽകേണ്ടി വരുന്നത്. ഇത്തരത്തിൽ ഇതാ പുതിയ നിയമം UAE പുറപ്പെടുവിച്ചു കഴിഞ്ഞു. UAE റോഡിൽ ട്രാഫിക് അപകടമുണ്ടാക്കി ആളുകളെ പരിക്കേൽപ്പിച്ച ശേഷം വാഹനം നിർത്താതെ പോയാൽ കടുത്ത ശിക്ഷയാണ് നിങ്ങൾക്ക് ലഭിക്കുക. ജയിൽ ശിക്ഷയും 20,000 ദിർഹം പിഴയുമാണ് ഇവരെ കാത്തിരിക്കുന്നതെന്ന് UAE പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. വാഹനം അപകടമുണ്ടാക്കിയ ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഹിറ്റ് ആൻഡ് റൺ രീതി ഗുരുതരമായ ട്രാഫിക് നിയമലംഘനമാണെന്ന് വിവിധ ക്യാമ്പയിനുകളിലൂടെ അധികൃതർ പലതവണ വ്യക്തമാക്കിയതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഉടനെ വാഹനം നിർത്തിയ ശേഷം അധികൃതരെ ഇക്കാര്യം അറിയിക്കുകയാണ് വേണ്ടത്. കൃത്യമായ കാരണമില്ലാതെ തന്നെ ഇങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് 20,000 രൂപയിൽ കുറയാത്ത പിഴയും ജയിൽ ശിക്ഷയുമായിരിക്കും ലഭിക്കുക. അപകടമുണ്ടായാൽ ഉടൻ തന്നെ 901 എന്ന നമ്പറിലോ പോലീസ് ആപ്പിലോ വിവരം റിപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടതെന്ന് ട്രാഫിക് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അപകടത്തിൽ ആർക്കെങ്കിലും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ തന്നെ 999 വിളിച്ചുടൻ ആംബുലൻസ് എത്തിക്കണം. ചെറിയ അപകടങ്ങളാണെങ്കിൽ അക്കാര്യം പോലീസ് ആപ്പ് വഴി അറിയിച്ചാൽ മതിയാകും. ഇത്തരമൊരു റോഡ് അപകടത്തിൽ പെട്ടാൽ തന്നെ അനിവാര്യമായും വേണ്ട രേഖ പോലീസ് റിപ്പോർട്ടാണ്. പോലീസ് റിപ്പോർട്ടില്ലെങ്കിൽ നിയമപരമായും സാമ്പത്തികമായും ഗുരുതരമായ പ്രയാസങ്ങളിലേക്കായിരിക്കും ചെന്ന് ചാടുക. പോലീസ് റിപ്പോർട്ട് ലഭ്യമാക്കാതെ തന്നെ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾക്കും റിപ്പയറിംഗിനും വിധേയമാക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇത് ലഭിക്കുന്നതിനാണ് വിവരം പോലീസ് ആപ്പിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന നിബന്ധനയുള്ളത്. ദുബായ് പോലീസ് ആപ്പിൽ അപകടം റിപ്പോർട്ട് ചെയ്യുന്ന പക്ഷം മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി 24 മണിക്കൂറിനകം പോലീസ് റിപ്പോർട്ട് ബന്ധപ്പെട്ട എല്ലാ കക്ഷികൾക്കും SMS വഴി ലഭിക്കുന്നതായിരിക്കും. ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുക എന്നതാണ് അടുത്ത നടപടി. ഇക്കാര്യം വൈകാതെ തന്നെ ചെയ്യേണ്ടതുമാണ്. വാഹനം അപകടത്തിൽപ്പെട്ട വിവരം ഉടൻ തന്നെ ഇൻഷുറൻസ് അധികൃതരെ അറിയിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് പിന്നീടുള്ള ക്ലെയിമുകൾക്കേറെ പ്രധാനമാണ്. അപകടവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശരിയാക്കിയ ശേഷമായിരിക്കണം ഇത്. വാഹനത്തിന് കാര്യമായ തകരാർ സംഭവിക്കുകയോ സുരക്ഷിതമായി ഓടിച്ചുകൊണ്ടു പോകാൻ സാധിക്കാത്ത അവസ്ഥ വരികയോ ചെയ്യുകയാണെങ്കിൽ ഇക്കാര്യം ഇൻഷുറൻസ് സ്ഥാപനത്തെ അറിയിക്കുകയും റിക്കവറി വാഹനം ഉപയോഗിച്ച് അപകടത്തിൽപ്പെട്ട വാഹനം സമീപത്തെ അംഗീകൃത ഗ്യാരേജിൽ എത്തിക്കുകയും വേണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.